കൂട്ടക്കൊലകളുടെ പേരിൽ ഞെട്ടുകയാണ് കേരളം. ആലുവ മുതൽ വെഞ്ഞാറമൂട് വരെയുള്ള കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ ഇരയായവരെല്ലാം കുടുംബാംഗങ്ങളാണ്. സാമ്പത്തിക പ്രതിസന്ധിയും സ്വത്ത് തട്ടിയെടുക്കലുമാണ് കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്നും വ്യക്തമാണ്. 2001 ജനുവരി 6 ആലുവ നഗരത്തിലെ മാനൂരാൻ വീട്ടിൽ നിന്നും പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക വാർത്ത. നഗരത്തിലെ ഹാർഡ്വെയർ കടയുടമ അഗസ്റ്റിൻ ഉൾപ്പെടെ 6 പേരെ ദാരുണമായി കൊല ചെയ്തു. പ്രതി ആന്റണിക്ക് സാമ്പത്തിക സഹായം നിഷേധിച്ചതിന്റെ പേരിലായിരുന്നു കൊടുംകൊല. ആദ്യം പ്രതിക്ക് തൂക്കുകയർ, പിന്നീട് ജീവപര്യന്തമായി. ദുരൂഹമരണങ്ങളുടെ ചുരുളഴിഞ്ഞ അന്വേഷണമായിരുന്നു കൂടത്തായി കൊലപാതക പരമ്പര. സ്വത്തിനു വേണ്ടി 2002 മുതൽ 2016 വരെ ജോളി കൊന്നൊടുക്കിയത് 6 പേരെ. പോലീസിന്റെ ആസൂത്രിതമായ നീക്കത്തിലൂടെ ജോളിയെ 2019 അറസ്റ്റ് ചെയ്തു. കേരളം കണ്ട ഏറ്റവും ബുദ്ധിമതിയായ കൊലപാതകം. സാത്താൻ സേവയുടെ പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ കേഡൽ ജിൻസൺ രാജ എന്ന യുവാവ് കൊലപ്പെടുത്തിയത് അച്ഛനെയും അമ്മയെയും അനുജത്തിയെയും അടുത്ത ബന്ധുവിനെയും. ആത്മാവിന് മോക്ഷം നേടിക്കൊടുക്കാൻ കൊല നടത്തിയ പ്രതി ഇപ്പോൾ ജയിലിൽ വിചാരണ നേരിടുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കേരളം വിറങ്ങലിച്ചു നിന്ന വാർത്തയായിരുന്നു പാലക്കാട് പോത്തുണ്ടിയിലും എറണാകുളം ചേന്നമംഗലത്ത് നടന്ന കൊലപാതകങ്ങൾ. രണ്ടും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ. ഇരു കേസുകളിലെയും പ്രതികളായ ചെന്താമരയും ഋതുവും കുറ്റപത്രം കാത്ത് ജയിലിലാണ്. ഇനിയും ദുരൂഹതകൾ അഴിയാതെ നീണ്ടുപോവുകയാണ് വെഞ്ഞാറമൂട്ടിലെ കൊലപാതക പരമ്പര. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.